സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. മാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങക്കാലാണല്ലോ, അപ്പം നാടൻ മാങ്ങ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നാടൻ മാങ്ങ നല്ല ചെറിയ പഴുത്ത മാങ്ങയാണത്. ആ മാങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കി കഴുകി അതിൻ്റെ കണ്ണിയൊക്കെ ഇവിടെ ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഒരു ഐറ്റത്തിലേക്ക്. പിന്നെ ശർക്കര ഉണ്ട്, ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര തിളപ്പിച്ചിട്ട് മാങ്ങ അതിലിട്ട് പുഴുങ്ങിയിട്ടുണ്ട്. ഒരു മാങ്ങ പുഴുക്ക ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഉപ്പിടും. അപ്പോൾ സാധാരണ മൺപാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇവിടെ മൺപാത്രം കിട്ടാനില്ല. പിന്നെ അത് പെട്ടെന്നായതുകൊണ്ട് ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് തുടങ്ങി നോക്കാം. ഓക്കെ, ശർക്കര നമുക്ക് ഇതിലിടാം. ഇട്ടിട്ട് ശർക്കര നല്ലോണം ചുരുക്കി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കര ഉരുക്കിക്കോട്ടെ. അപ്പോൾ നമ്മൾ ശർക്കരക്കെ ഇങ്ങനെ ഉരുക്കി വരികയാണ്. അപ്പോൾ നമുക്ക് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു പരീക്ഷ ഒരാളിങ്ങനെ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടൊന്നുമല്ല. അപ്പോൾ നാടൻ ആൾക്കാർ നാടൻ ഭാഷകളൊക്കെ പറഞ്ഞു തന്നാണ്, നാടന്മാർ പറഞ്ഞപ്പോൾ ആ നിലക്കൊന്ന് നമ്മൾ നോക്കുകയാണ്. ഇച്ചിരി ഉപ്പും കൂടി വേണ്ടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റും. കുറച്ച് മതി, ശരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. വേറെ എന്തൊക്കെ ടേസ്റ്റ് കൂട്ടാനൊക്കെ ആൾക്കാർ ഇടലുണ്ട്. തൽക്കാലം നമുക്ക് ഉപ്പിൽ അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് കിടന്നിട്ട് അപ്പോഴേ നമുക്ക് മാങ്ങ ഈ വെള്ളത്തിലിങ്ങനെ തിളച്ചിട്ടുണ്ട്. ശർക്കര വെള്ളത്തിലിങ്ങനെ തിളച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങ ഈ ശർക്കര വെള്ളത്തിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇങ്ങനെ വെന്ത് കഴിഞ്ഞ് ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തിട്ട് കഴിക്കാം കേട്ടോ. ഇപ്പം ചില ആൾക്കാർ പറഞ്ഞ് ഇത് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഭരണിയിലേക്കോ മാറ്റി വെക്കാം. നമുക്ക് ചീന ഭരണിയിലേക്കോ എന്തെങ്കിലും മാറ്റി വെച്ചാൽ ഏകദേശം ഒരാഴ്ചയൊക്കെ നമുക്ക് കേട് വരാതെ ഇത് കഴിക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഷുഗറൊക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കണം. ഇത് വല്ലാതെ കഴിക്കേണ്ട, ഒന്നോ രണ്ടോ കഴിച്ചാൽ മതി. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഷുഗറൊക്കെ കൂടിയ പ്രശ്നം ഉണ്ടാകേണ്ട. അപ്പം ഇതിൽ ശർക്കരൻ്റെ ആണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ശർക്കരൻ്റെയും മാങ്ങൻ്റെയും ഇതിനും കൂടി ടേസ്റ്റ് കൂടി നല്ല ടേസ്റ്റാണ്. അതുപോലെ അതിൻ്റെ ഈ ഗ്രേവി എന്താ പറയുക, അതിൻ്റെ നീര് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊന്ന് ചെറിയൊരു പരീക്ഷണം നടത്തി നോക്കിയെന്നുള്ളൂ. ഇപ്പോൾ നാട്ടുമാങ്ങ ഇഷ്ടംപോലെ കിട്ടാണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ മാങ്ങ ഏകദേശമൊക്കെ ഇതിൽ കിടന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് ചൂടാറിയിട്ട് ഇങ്ങനത്തെ പോലുള്ള ഇത് ഇതിൽക്കോ മാറ്റിയാൽ മതി. ഇത് നിങ്ങൾക്ക് പാകത്തിന് എടുത്തിട്ട് അപ്പോൾ ഇവിടെ ഗസ്റ്റ് വരുമ്പോൾ ഇതൊക്കെ ഒരു അപൂർവമായിട്ട് നമുക്കൊരു അവർക്ക് ഒക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റും. നടക്കും. ഓക്കെ, താങ്ക് യു.